നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. You can. കഴിഞ്ഞില്ലേ അവന്റെ അഹങ്കാരം. ഇനി അവളെ കുറിച്ചൊരു വാക്ക് അവൻ മമ്മിയുടെ മുന്നിൽ സംസാരിക്കില്ല. മൂവ്. ഐ എം റിയലി സോറി. ഏതൊരു വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴും ചില അപശകുനങ്ങൾ ഉണ്ടാവുമല്ലോ. അക്കൂട്ടത്തിൽ ഒരെണ്ണമാണത്. From here, I will start. I welcome each and every one of you and thank you for your auspicious presence. See, it's God's grace, and it's been a very long journey of 17 years. We all are together. It's not only a successful journey, it's a wonderful journey with you all. This success will never would have happened without you all. We have earned so much of reputation and we succeeded so many things. Now we have a very good company tie-up, AK Group of Company led by Mr. Jagat Patel. He is being number one in North. Now AK Group of Company from North and we from South jointly leads the market. Thank you, Mr. Jagat Patel. And thank you once again. Thank you all. ഫംഗ്ഷൻ കഴിഞ്ഞോ? നന്ദിനി നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നോ? ഇല്ലടോ. അയ്യോ, എന്തു പറ്റി? സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നന്ദിനി എല്ലാം കൃത്യമായി പറഞ്ഞതാ, എന്നെയും കൂടി കേൾപ്പിച്ചതാ. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോ പാവത്തിന് കൈവിട്ടുപോയി. ആകെ നാണക്കേടായി. അയ്യോ, അപ്പോ ഏട്ടൻ? അവൻ നല്ല ദേഷ്യത്തിലാ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. ഇനി എന്താ സംഭവിക്കാന്ന് അറിഞ്ഞൂടാ. നന്ദിനി തോറ്റതിന്റെ ആഘോഷത്തിലെ എല്ലാവരും. അവൾക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ വിവേക്, അതുകൊണ്ടായിരിക്കും. അതെ, പക്ഷേ സംഭവിച്ചതൊന്നിനും ആ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താൻ ഫോൺ വെച്ചോ, ഞാനേ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയിട്ട് പിന്നെ വിളിക്കാം. ശരി. പത്മേ, നീ ജയിച്ചു അല്ലേ? അമ്മയ്ക്ക് ഇനി ആ കാര്യത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അമ്മയോട്ടുള്ള ബഹുമാനം ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇനി കുറേയില്ല. പക്ഷേ
എന്റെ വീട്ടിലെ വേലക്കാരിയെ എനിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച ആ ദിവസം ഉണ്ടല്ലോ, സുഹാസിനി പൂജയുടെ ദിവസം, അതെന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അന്ന് എനിക്ക് സംഭവിച്ച തോൽവിക്ക് പകരാ ഇന്നത്തെ എന്റെ ജയം. മാഡം വന്ന് പിന്തുണ കൊടുത്തുകൊണ്ടൊന്നും അവളുടെ ജന്മം മാറ്റാൻ പറ്റില്ലല്ലോ. ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ മാഡം? ഈ ഫംഗ്ഷന് മാഡം വന്നതിൽ കൃത്യമായ അർത്ഥമുണ്ടായി. അമ്മ അന്ന് എന്താ പറഞ്ഞത്? കുലം, ഗോത്രം, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നല്ലേ? പക്ഷേ ഉണ്ട്. അതിന്റെ തെളിവാ കുറച്ചു മുമ്പ് അമ്മ സ്റ്റേജിൽ കണ്ടത്. അർഹതയില്ലാത്തടത്ത് കയറി നിൽക്കുമ്പോൾ കൈയും കാലും ഒക്കെ വിറയ്ക്കും, തൊണ്ടയിലെ വെള്ളം വറ്റും. പത്മേ, നീ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതല്പം ചീപ്പായി പോയി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ട് ആൽമരത്തിനെ മറയ്ക്കാൻ വേണ്ടി മതില് കെട്ടിയ ഒരുത്തിന്റെ കഥയുണ്ട്. അയാള് കരുതി ആൽമരത്തിനൊരു ചെറിയ മറയുണ്ടാക്കിയാല് അതിനെ അങ്ങ് തോൽപ്പിച്ച് കളയാവുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മതിലിന്റെ മുകളിലേക്ക് ആൽമരം അങ്ങ് വളർന്നു പടരാൻ തുടങ്ങി. പടർന്ന് പടർന്ന് പന്തലിച്ചു മരം. മനസ്സിലായോ? പതിയെ പതിയെ ആൽമരത്തിന്റെ വേരുകള് മതിലിനകത്തേക്ക് ഇറങ്ങി. അങ്ങനെ മതില് പൊളിഞ്ഞ് താഴെ വീണു. നിനക്കും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. പത്മേ, ഒരാളെ നമ്മൾ അടിമയാക്കി വെച്ചാല് അവരിങ്ങനെ എന്നേക്കും അടിമയായിട്ട് തന്നെ നിക്കത്തില്ല. ഒരിക്കൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്നും അയാൾ മുകളിലേക്ക് വരും. അങ്ങനെ അവസാനം അത് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് പോകും. അടിച്ചമർത്തലൊന്നും അധികം നാൾ നിൽക്കില്ല മോളെ. അതൊക്കെ വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാകും. ഏതായാലും ചടങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ശരി, ഞാൻ ഇറങ്ങ. ചേച്ചി, തോറ്റു നിൽക്കുമ്പോൾ കൺമുമ്പിൽ നിന്ന് പോവാൻ അല്പസ്വല്പം വലിയ വാചകങ്ങളൊക്കെ വേണമല്ലോ. ഉമയമ്മ ദേവി ചെയ്തതും അതൊക്കെ തന്നെയാ. മമ്മി അവളെ വെല്ലുവിളിച്ചപ്പോ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും സംശയത്തിലായിരുന്നു. ബട്ട് യു പ്രൂവ്ഡ് ഇറ്റ്. കൺഗ്രാറ്റ്സ് ആൻറ്റി. സൂര്യയുടെ അഹങ്കാരത്തിന് ഇതിലും നല്ല മറുപടി കൊടുക്കാനില്ല. ഇത്രയും ദിവസം രാവും പകലും ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചല്ലേ തന്നെ. ഈ അവസാന നിമിഷം പോലും തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു നോക്കിയില്ലേ? എന്നിട്ട് ആ ഇരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തായിരുന്നു തനിക്ക്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ സുദേവന്റെ മകളാണ്, ഞാൻ തോട്ടത്തിൽ പണിയെടുക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും അങ്ങ് ഒഴിയാം. വെല്ലുവിളിച്ചത് മുതൽ പോരാടാൻ ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. ഇത് മറ്റാരുടെയും തോൽവിയല്ല, സൂര്യയുടെ തോൽവിയാ. എന്നെയാണ് താൻ അവിടെ തോൽപ്പിച്ചത്. ഒന്നും താൻ ഇങ്ങോട്ട് പറയണ്ട. തനിക്ക് ചെയ്യാവുന്നതൊക്കെ താൻ അവിടെ ചെയ്തു. ഇത്രയും കാലം എന്റെ അമ്മയുടെ മുമ്പിൽ ഒരു കാര്യത്തിന് പോലും ഞാൻ തോറ്റിട്ടില്ല. ഒരടി അടിച്ചാൽ അതിന് 1000 അടി തിരിച്ചടിച്ച് പ്രതിരോധിച്ചവനാ ഞാൻ. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് സൂര്യയുടെ അഭിമാനമാണ് താൻ തച്ചടച്ചു കളഞ്ഞത്.
മതിയായില്ലേ എനിക്ക്? എനിക്ക് കാണണ്ട നന്ദിനി. ഈ കരച്ചിലോ വിങ്ങിപ്പൊട്ടലോ ഒന്നും എനിക്ക് കാണണ്ട. സത്യം പറഞ്ഞ എനിക്കിപ്പോ തോന്നുന്ന എന്താണെന്നറിയോ? തന്നെ സൂര്യ, എന്താ നീ കാണിക്കുന്നത്? എല്ലാ അച്ഛനും കണ്ടതല്ലേ? ഞാൻ കണ്ടു. എടാ, നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇങ്ങനെ ഒരു സ്റ്റേജോ, അവിടെയുള്ളൊരു ഫംഗ്ഷനോ, അതല്ല മൈക്കിന്റെ മുമ്പിലുള്ള നിപ്പോ വല്ലതും നന്ദിനിക്ക് പരിചയമുണ്ടോ? അച്ഛൻ ഇനി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. എനിക്കിത് പൊറുക്കാനാവില്ല. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരോട് ഇന്ന് വരെ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുമില്ല, ചെയ്യാനും പോകുന്നില്ല. പോട്ടെ മോളെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പത്നിയോടുള്ള വാശിയിൽ അവന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം പത്മയുടെ മുന്നിൽ തോൽക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ മുഴുവൻ മുന്നിൽ തോൽക്കുന്ന പോലെയാണ്. നിനക്കും അതറിയാലോ. പോട്ടെ, ആദ്യമായിട്ട് ഒരിക്കലും മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോ എനിക്കിത് തന്നെയാ സംഭവിച്ചിട്ടുള്ളത്. എത്രയോ പ്രഗത്ഭന്മാരും മൈക്കിന്റെ മുന്നിൽ പതറുന്നു. പിന്നെയാണോ നിന്റെ കാര്യം? അവന്റെ ദേഷ്യം കുറച്ചു കഴിയുമ്പോ മാറും. മോള് ധൈര്യമായിട്ടിരിക്കേ. നീ കേട്ടല്ലേ വിവേക്, എത്ര ഫ്ലുവന്റ് ആയിട്ട് അയാൾ പറയണമെന്ന്. ആരെ ഇതിൽ അയാളെ പഠിപ്പിച്ചെന്ന് നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? സൂര്യ, നന്ദിനിയോട് ദേഷ്യപ്പെടുന്നതിൽ കാര്യമൊന്നുമില്ലടാ. നന്ദിനിയുടെ അവസ്ഥയുള്ള ഒരു പെൺകുട്ടിയാവും. എന്താ അവസ്ഥ? എത്രയും കാലമായി അവളെ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്തില്ലേ? കൂടെ കൊണ്ടു നടക്കുന്നില്ലേ? എടാ, മറ്റുള്ളവരുടെ കൂടെ കൊണ്ട് നിർത്തുന്നില്ലേ? എടാ, അയാളെ ആരെങ്കിലും ഒന്ന് വെല്ലുവിളിച്ചാ അവരെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലേ? എടാ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്? സൂര്യ, നിന്റെ പൊസിഷനിൽ നിന്ന് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അടുക്കള മാത്രം കണ്ട് ശീലിച്ചവളാ നന്ദിനി. ഒരു ദിവസം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിച്ചോന്ന് പറഞ്ഞ അത് പറ്റണമെന്നുണ്ടോ? സൂര്യ, പത്മ മാഡം വെറുതെ ഇരിക്കില്ല. എന്താ അവരാഘോഷിക്കട്ടെ.